3.5 കോടി ജനതയെ മൊത്തം നോക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയില്ലാത്തവരെ എന്ന് നമ്മുടെ ജനാധിപത്യം ഈ നിമിഷവും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണക്കേടിൻ്റെ സ്വന്തം നാടായി ജനാധിപത്യ രാഷ്ട്രീയ കേരളത്തെ ജനം തളികയിൽ വെച്ച് നൽകിയ 102 സീറ്റിൻ്റെ വിജയത്തിന് പുല്ലുവില കൽപ്പിച്ച് മുഖ്യമന്ത്രിയാവാനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലും കേരളത്തിലുമായി കോൺഗ്രസിലെ 3 നേതാക്കളും അവരുടെ സിൽബന്ദികളും അനുയായികളും സംഘടിച്ചുകൊണ്ട് ഗ്രൂപ്പ് കളിക്ക് വേണ്ടി കേരളത്തെ പണയം വെച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ 3 പേർ കുപ്പായം തുന്നി കാത്തിരുന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഡൽഹിയിൽ നിന്ന് നിരീക്ഷകർ വരുന്നു, പോകുന്നു, അവർ ഹോട്ടൽ മുറികൾ ചർച്ച നടത്തുന്നു. ഇപ്പുറത്ത് കേരളം എന്ന സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി കിടക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഭരണസ്തംഭനം എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നാഥനില്ലാത്ത കളരി എന്ന് പറയുന്ന അവസ്ഥ. ഓർക്കുക, ഒരു വശത്ത് വേനൽ മഴ തകർത്തുകൊണ്ടിരിക്കുന്നു, കൃഷി നശിക്കുന്നു, സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. മറുവശത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ അനങ്ങുന്നതേയില്ല. കാരണം തീരുമാനമെടുക്കാൻ മുകളിൽ ആളില്ല. ഉദ്യോഗസ്ഥർക്ക് പേടിയാണ്. പുതിയ മന്ത്രി വരുമ്പോൾ താൻ എടുത്ത തീരുമാനം തനിക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഇതിൻ്റെ പേരാണ് ജനാധിപത്യമെങ്കിൽ ഈ ജനവിധിയെ കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായിട്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം ഓർക്കുക, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗ്രൂപ്പിസത്തിൻ്റെ കൂടി ചരിത്രമാണ്. പണ്ട് ലീഡർ കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും കാലം മുതൽ നമ്മളത് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിയെ മാറ്റാൻ വേണ്ടി നടന്ന പടലപ്പിണക്കങ്ങൾ കേരള വികസനത്തെ എത്രത്തോളം പിന്നോട്ടടിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്ന് ഭരണം കയ്യിലിരിക്കുമ്പോഴായിരുന്നു ആ കളി. ഇന്ന് അങ്ങനെയല്ല. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ച് വോട്ട് നൽകി വിജയിപ്പിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ മധുരം നുണയുന്നതിന് മുൻപേ അധികാരം പങ്കിട്ടെടുക്കുന്ന കാര്യത്തിൽ തെരുവിൽ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു അണികളും നേതാക്കളും. ജനവിധി വന്ന അന്ന് വൈകിട്ട് തുടങ്ങിയതാണ് ഈ നാടകം. ഹൈക്കമാൻഡ് വരും, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരാണ് ഈ ഹൈക്കമാൻഡ്? കേരളത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്തത് ഡൽഹിയിലിരിക്കുന്ന 4 നേതാക്കൾക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മുഖ്യമന്ത്രിയെ വേണം എന്നതിനാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി ഒരാഴ്ചയായി കേരളത്തെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. MLA-മാരുടെ യോഗം ചേരുന്നു, ഒടുവിൽ ഒരൊറ്റ വരി പ്രമേയം: മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന്. സ്വന്തം നേതാവിനെ തെരഞ്ഞെടുക്കാൻ ശേഷിയില്ലാത്തവരാണോ ഈ നാട് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ നാടിൻ്റെ നിരവധി ഇടങ്ങളിൽ നിന്ന്, തെരുവോരങ്ങളിൽ നിന്നൊക്കെ ഉയർന്നുകൊണ്ടേയിരുന്നു. ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും സർക്കാർ ഫയലുകളിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും. കാവൽ മുഖ്യമന്ത്രിയുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ കഴിയുന്നില്ല. സത്യത്തിൽ കേരളം ഇപ്പോൾ ഒരു കോമ സ്റ്റേജിലാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. നമുക്ക് ഓരോ വകുപ്പുകളായിട്ട് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ വകുപ്പ്. ജൂൺ മാസം സ്കൂൾ തുറക്കുന്നു. കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടണം, യൂണിഫോം കിട്ടണം, സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ തീരണം. ഇതിനൊക്കെ ഉത്തരവിടേണ്ടത് ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണിവ. പക്ഷേ അവിടെ മന്ത്രിമാരില്ല. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഫണ്ട് അനുവദിക്കാനുള്ള ധൈര്യമില്ല. പാഠപുസ്തക വിതരണം പാതി വഴിയിൽ നിലച്ചിരിക്കുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർ പന്താടിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോലീസിൻ്റെ കാര്യം നോക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലത്തിന് വേണ്ടി ഇൻസ്പെക്ടർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്ന കാര്യം. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ അവരെ തിരികെ നിയമിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു നടപടിയാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് എന്താണ്? പുതിയ സർക്കാർ വരട്ടെ, എന്നിട്ട് മതി സ്ഥലം മാറ്റമെന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പോലീസ് സേനയിൽ പോലും ഒരു അനിശ്ചിതത്വമുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടി പോലീസ് കാത്തിരിക്കേണ്ടി വരുന്നത് എത്ര വലിയ നാണക്കേടാണ്. ക്രമസമാധാനം തകർന്നാൽ ആരാണ് ഉത്തരവാദിത്തം പറയുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. റവന്യൂ, സഹകരണം, ആരോഗ്യം, എല്ലാ വകുപ്പുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഭരണസൗകര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ചില കീഴ് ജീവനക്കാരെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴയ സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ പുതിയ സർക്കാർ വരുന്നത് കാത്ത് പണി ചെയ്യാതെ ഇരിക്കുന്നു. പുതിയവർ വന്നാലോ തങ്ങളെ മാറ്റുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ഫലത്തിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥ വന്നാൽ വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സാധാരണക്കാരൻ കയറി ഇറങ്ങിയാൽ ആരും ചോദിക്കാനില്ല. സെക്രട്ടറിമാരും ഡയറക്ടർമാരും എല്ലാം അവധിയിൽ പോവുകയാണ്. ആരെ പേടിക്കണം? അവർക്ക് ആർക്ക് മറുപടി നൽകണം? ആരുമില്ല എന്നുള്ളതാണ് ഉത്തരം. ഈ ഒരു വൈകൽ വെറുമൊരു രാഷ്ട്രീയ തർക്കമല്ല, ഇത് ഭരണഘടനാപരമായ ഒരു വെല്ലുവിളിയാണ്. മന്ത്രിസഭയില്ലാത്ത ഒരു സംസ്ഥാനം എന്നാൽ തലയില്ലാത്ത ശരീരം പോലെയാണ്.
ക്യാബിനറ്റ് മീറ്റിംഗുകൾ ചേരുന്നില്ല, വലിയ വികസന പദ്ധതികൾക്ക് ഭരണാനുമതി നൽകാൻ കഴിയുന്നില്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഫണ്ടുകൾ ക്ലെയിം ചെയ്യാൻ കൃത്യമായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വേണം. ഒരാഴ്ച ഈ രീതിയിൽ നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ വികസനത്തിൽ മാസങ്ങളുടെ പിന്നോട്ടടി ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇതിന് ശേഷമോ മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഹ്ലാദ പ്രകടനം വന്നാലും ഈ നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളിലെ ഭരണസ്തംഭനത്തിനെ മറികടക്കാൻ വലിയ യജ്ഞങ്ങൾ നടത്തേണ്ടി വരും. സത്യപ്രതിജ്ഞ വൈകുന്നത് വഴി MLA-മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ ശമ്പളമോ അല്ല പ്രശ്നം, മറിച്ച് നിയമസഭയോടുള്ള ബാധ്യതയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ സഭ കൂടണമെങ്കിൽ മന്ത്രിസഭ വരണം. കോൺഗ്രസിനുള്ളിലെ ഈ കസേര കളി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വെല്ലുവിളിക്കലാണ് എന്നത് ഓർക്കുക. ഗ്രൂപ്പ് നേതാക്കളുടെ വാശി തീർക്കാൻ ഈ നാടിനെ വിട്ടുകൊടുക്കണമോ എന്നുള്ള ചോദ്യം ഓരോരുത്തരും ഉയർത്തുക. പല വകുപ്പുകളിലും സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഉദ്യോഗസ്ഥര് ഫയൽ ഒപ്പിടാൻ മന്ത്രിയില്ലാത്തതുകൊണ്ട് വിരമിച്ചു പോകുന്ന അവസ്ഥയാണ്. വർഷങ്ങളോളം ജോലി ചെയ്ത് അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തോടെ വിരമിക്കേണ്ട ഉദ്യോഗസ്ഥൻ്റെ വിഷമം ആര് കാണും? രാഷ്ട്രീയക്കാർക്ക് ഇത് വെറും ചർച്ചയാണ്. പക്ഷേ ഒരു സർക്കാർ ജീവനക്കാരന് അത് ജീവിതമാണ്. ഒരു സാധാരണക്കാരന് അത് ലഭിക്കേണ്ട ഒരു സേവനം എന്ന് പറയുന്ന ഒന്നാണ്. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നത് ഭരിക്കാനാണ്, പരസ്പരം കലഹിക്കാനല്ല. ഡൽഹിയിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്ന് കേരളത്തിൻ്റെ വിധി തീരുമാനിക്കുന്നവർ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. താഴെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഭരണസ്തംഭനം കൊണ്ട് ഈ നാട് വീർപ്പുമുട്ടുമ്പോൾ നിങ്ങൾ കസേരയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോര് ചരിത്രം രേഖപ്പെടുത്തും. ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ അത് ഉണ്ടാവും. എന്തായാലും കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ അടിയന്തരമായിട്ട് വേണ്ടിയിരിക്കുന്നു, പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിനൊരു മന്ത്രിസഭയെ വേണ്ടിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാൻ ഭരണകൂടം വേണം. വരും ദിവസങ്ങളിലും ഈ അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ കേരളം ഇതിലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. വിദ്യാഭ്യാസ വർഷം തുടങ്ങുന്ന വേളയിൽ കുട്ടികളെയും മാതാപിതാക്കളെയും ആശങ്കയിലാഴ്ത്തുന്ന ഈ നടപടി ഉടൻ തിരുത്തപ്പെടണമെന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. നന്ദി.